ഹലോ, ഇന്ന് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാൽമൺ ആണ് എടുത്തേക്കുന്നത്. സാൽമണിനേക്കാളും നല്ല മീൻ ആവോലിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ സാൽമൺ എടുക്കുക ചെയ്തത്. അപ്പോൾ മസാലയായിട്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ പെപ്പറും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, ഞാനിവിടെ എടുത്തേക്കുന്ന ഒലിവ് ഓയിലാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഫിഷിലോട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവറായിട്ട് നമ്മൾ മസാല ഇടുന്നില്ല, കാരണം ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നുള്ളൂ. ശേഷം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഒരു 10-15 മിനിറ്റ്. എന്നിട്ട് ഒരു പാനിലോട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് ഈ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട്. അതിനുശേഷം ഈ സെയിം ഓയിലിലോട്ട് തന്നെ ഒരു 2-3 കറുകാപ്പട്ടയുടെ സ്റ്റിക്ക്, പിന്നെ ഏലയ്ക്ക ഒരു 2 അതേപോലെ ഗ്രാമ്പു ഒരു 2 കൂടി ചേർത്ത് ഈ എണ്ണയിലിട്ട് വഴറ്റി ഒരു 2 സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതേപോലെ വേപ്പില ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ശേഷം കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം വഴന്ന് കിട്ടും. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി മല്ലിപ്പൊടിയുടെ പച്ചമണം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ, അതായത് ലൈറ്റ് ആയിട്ടുള്ള മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻഡ് മിൽക്ക് ആയതുകൊണ്ട് തന്നെ ഹാഫ് ക്യാൻഡും ഹാഫ് വാട്ടറും കൂടി ചേർത്തിട്ടാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് സവാള എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പെപ്പറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തിരുന്ന ഫിഷില്ലേ, അത് ഇങ്ങനെ ഓരോന്നായിട്ട് പൊടിഞ്ഞു പോവാതെ ഇതിലേത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫിഷ് ഈ തേങ്ങാപ്പാലിലും മസാലയിലും കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടിയുള്ള മിൽക്കാണ്, അപ്പോൾ ക്യാൻഡ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തേങ്ങ പാലെടുത്ത് കഴിയുമ്പോൾ ആദ്യത്തെ മിൽക്കില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ വളരെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ചേർത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് തുറന്ന് കഴിയുമ്പോൾ നല്ല മണമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് മോളിയുടെ റെസിപ്പി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതേപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.